രണ്ടു ഭാഗത്തുമുള്ള യുദ്ധവീരന്മാർ അന്യോന്യം ആർത്തു വിളിക്കുന്നു. ഉഗ്രമായ സംഘട്ടനമാണ് യുദ്ധഭൂമിയിൽ നടക്കുന്നത്. പലരും കൈയും കാലും മുറിഞ്ഞ് അനങ്ങുവാൻ വയ്യാതെ പോർക്കളത്തിൽ വീണുകിടക്കുന്നു. പലരും ആനകളുടെ കുത്തേറ്റും ചവിട്ടേറ്റും കുതിരകളുടെ കാലുകൾക്കിടയിൽപ്പെട്ടും തേരുകളുടെ ചക്രങ്ങൾക്കിടയിൽപ്പെട്ടും മരിച്ചു വീണു. വലിയ തിക്കിലും തിരക്കിലും ആരാണ് എതിരാളിയെന്നോ ആരാണ് സ്വന്തം പക്ഷക്കാരനെന്നോ തിരിച്ചറിയുവാൻ സാധിക്കാതെ തൻ്റെ മുൻപിൽ എത്തുന്നവരോടെല്ലാം യുദ്ധം ചെയ്യുക എന്നൊരു രീതിയായി. ഭീഷ്മരുടെ മുന്നിൽപ്പെട്ട പാണ്ഡവ സൈന്യം ശരങ്ങളുടെ പെയ്ത്ത് തടുക്കുവാൻ വയ്യാതെ ചിതറിയോടുവാൻ തുടങ്ങി. അഭിമന്യു ഭീഷ്മരോട് എതിരിടുന്നു. ഭീഷ്മർക്ക് സംരക്ഷണം നൽകുവാൻ 5 പേരെ ദുര്യോധനൻ നിയോഗിച്ചിരുന്നു. ബാലനാണെങ്കിലും അഭിമന്യുവിൻ്റെ യുദ്ധസാമർഥ്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. തൻ്റെ നേരെ അസ്ത്രങ്ങളയക്കുന്ന എല്ലാവർക്കും നേരെ ഒന്നിച്ച് അസ്ത്രങ്ങളയച്ച് എതിരാളികളെ അഭിമന്യു വിഷമിപ്പിച്ചു. യുദ്ധം തുടരുകയാണ്.